അപ്പോൾ ഇന്ന് നമുക്ക് കല്ലുമ്മക്കായ് അല്ലെങ്കിൽ കടുക്ക എന്നൊക്കെ പറയുന്ന ഇതിനെ കൊണ്ട് നമുക്കൊരു ചോറ് വെക്കാം. ശരിക്കും ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ കുറേ പൊടികളോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് വലിയ പണികളൊന്നുമില്ല. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് പെരക്കി വെച്ച ഈ കടുക്ക ഉണ്ടല്ലോ, കല്ലുമ്മക്കായ, അതൊന്ന് എണ്ണ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 വലിയുള്ളി അല്ലെങ്കിൽ 1 വലിയുള്ളി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് വെച്ചാൽ അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ കുറേ പൊടികളൊക്കെ ഇട്ട് നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഉള്ളി നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അതിനുശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ച് കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൽ ചെയ്താൽ മതി. ഞാനപ്പോൾ അതിൽ പൊരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാനിതാ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരി ഇടുക. അപ്പോൾ അതേ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോഴുള്ള വീഡിയോ ആണിത്. ഇടയ്ക്കൊന്ന് എന്നോട് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതേ നന്നായിട്ട് ഒന്നുകൂടി വേവാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്തി കൊടുക്കുക. അപ്പോൾ അതേ നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കുറച്ചുകൂടി സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിനി ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇനി ഞാനിത് വെന്തതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതേ നല്ലോണം വെന്ത സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.